കുടിവെള്ളം ലഭിക്കുന്നില്ലെന്നാരോപിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ സിപിഐഎമ്മിന്റെ പ്രതിഷേധം. 10 ദിവസത്തിലധികമായി കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നാണ് പരാതി. തേരകത്ത് സിപിഐഎം പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. മേഘന മുരളി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. മേഘന, ഈ പ്രതിഷേധം ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടോ? എന്താണ് ഈ കുടിവെള്ളക്ഷാമം ഇത്രമാത്രം രൂക്ഷമാകാനുള്ള കാരണം? അതിൽ എന്തെങ്കിലും വിശദീകരണം കോർപ്പറേഷന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ടോ? പ്രജിൻ, നിലവിൽ ഈ ഉപരോധം അവസാനിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനെതിരെയാണ് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയിന്മേൽ ഈ ഒരു പ്രതിഷേധം നടന്നത്. അതിൽ ഈ തേരകത്തെ റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധിച്ചത്. അതിൽ പ്രധാനമായും നാട്ടുകാരും അതുപോലെ തന്നെ സിപിഎം നേതൃത്വവും പറയുന്നത് 10 ദിവസത്തിലധികമായി അവിടെ കുടിവെള്ളം ലഭിക്കുന്നില്ല. അതുപോലെ കഴിഞ്ഞ മാസങ്ങളിൽ തന്നെ കുടിവെള്ളം ലഭിക്കുന്നില്ല. ഇപ്പോൾ ഈ വേനൽ വർദ്ധിച്ചതോടെ, താപനില വർദ്ധിച്ചതോടുകൂടി തന്നെ കുടിവെള്ളം ഒട്ടും ലഭിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതിൽ ഈ വാൾവ് അടച്ചു എന്നടക്കമുള്ള പരാതിയും ആരോപണവും ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ പിന്നീട് വാട്ടർ അതോറിറ്റി അധികൃതർ എത്തുകയും ഈ ഒരു പ്രശ്നപരിഹാരം ഉടൻ ഉണ്ടാക്കുമെന്നുള്ള ഒരു ഉറപ്പിന്മേൽ ഇപ്പോൾ ഈ പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. കുറച്ചു നേരത്തേക്ക് ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ഈ വാട്ടർ അതോറിറ്റിയുടെ അധികൃതർ പറയുന്നത് അതിലൊരു പരിഹാരം ഉണ്ടാകും. അതിൽ പലയിടത്തും ഈ പൈപ്പ് പഴകിയത് മൂലമുള്ള പ്രശ്നങ്ങളുണ്ട്, പൊട്ടലുകളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും അതിൽ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും സമരവുമായി രംഗത്തേക്ക് വരുമെന്നുള്ളതാണ് നാട്ടുകാരും അതുപോലെ തന്നെ സിപിഎം നേതൃത്വവും പറയുന്നത്. ആറ്റുകാൽ മണക്കാട് വാർഡിലെ വിവിധ പ്രദേശത്താണ് ഇപ്പോൾ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉയർന്നിട്ടുള്ളത്. ശരി, മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.